ലിപ്സ്റ്റിക് ഇത്തിരി കൂടിപ്പോയോ എന്നൊരു സംശയം. ഇനിയിപ്പോ തുടച്ച ഉള്ളതും പോവും, അവിടെ കിടന്നോട്ടെ അല്ലേ. അതുപോലെ ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല, അങ്ങാടിപ്പുറം ബ്ലോക്ക് തന്നെ. എന്തുകൊണ്ടാന്ന് അറിയില്ല, ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെയാണ് കേട്ടോ. അതുകൊണ്ട് ബ്ലോക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. നമ്മൾ കുറച്ച് നേരത്തെ തന്നെ എത്തുമല്ലോ. ഈ കാരണവന്മാരെയൊക്കെ കണ്ടപ്പോ നിങ്ങൾക്ക് വല്ലതും പിടിയിട്ടു. ഇന്നാണ് നമ്മുടെ ജിതിന്റെ വീട് കാണാൻ പോകുന്നത് കേട്ടോ. ഈ ഫംഗ്ഷന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്താന്ന് ഞാൻ വീഡിയോയിൽ പറയാം. ഇതാണ് എന്റെ രണ്ടാമത്തെ അടുത്തിമ, നല്ല സുന്ദരിയായിട്ടില്ലേ. ഇവര് രണ്ടുപേർക്കും പിസ്ത ഗ്രീൻ കളർ കിട്ടിട്ടോ, പക്ഷെ എനിക്ക് മാത്രം കിട്ടി. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞതിന് ശേഷം ഞാനും പ്രസാദേട്ടനും സെയിം ഡ്രസ് കളർ കോഡാണ് കേട്ടോ ചൂസ് ചെയ്യാറ്. പിന്നെ വന്നപ്പോ നമുക്ക് കമ്പനിക്ക് ഒരാളും കൂടെ ആയല്ലോ. എല്ലാവരും വരുന്നതിന് മുന്നേ ആദ്യം കയറി സീറ്റ് പിടിച്ച ഞാനായിരുന്നു. പക്ഷേ കഷ്ടകാലത്തിന് ഞാനിരുന്ന സീറ്റിന്റെ വിൻഡോ ഓപ്പൺ ചെയ്യാൻ പറ്റും. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഇവിടെ പരിപാടി അവതരിപ്പിച്ചാലും അങ്ങനെ തന്നെയാണല്ലോ. എന്നിട്ട് ഞാൻ പുറകിലോട്ട് ഇരുന്നു. നമ്മുടെ ജിതിന്റെ വീട് വരുന്നത് മലപ്പുറം ജില്ലയിൽ തന്നെ വളാഞ്ചേരി. ഈ ഒരു ഫംഗ്ഷന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ, അത് എന്താണെന്ന് വെച്ചാൽ പ്രസാദേട്ടന്റെ ഈ ഒരു തറവാട്ടില് ആദ്യമായിട്ടാണ് ചെക്കന്റെ വീട് കാണാൻ വേണ്ടിയിട്ട് പെണ്ണ് പോകുന്നത്. ഇന്നത്തെ കാലത്ത് ഇത് കേൾക്കുമ്പോൾ ആർക്കും വലിയ ക്യൂരിയോസിറ്റി ഒന്നും ഉണ്ടാവില്ല, ഇത് കോമൺ ആണ്. ബട്ട് പ്രസാദേട്ടന്റെ വീട്ടില് ഇതൊരു ചരിത്രം കുറിക്കലാണ് കേട്ടോ. ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. എന്താ ഹീര വീട്ടിലോട്ട് വരണം എന്ന് പറഞ്ഞത് ജിതിന്റെ അമ്മ തന്നെയാണ് കേട്ടോ. ശരിക്കും അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. നമ്മള് താമസിക്കാൻ പോകുന്ന സ്ഥലം നമ്മളല്ലേ ആദ്യം പോയി കാണേണ്ടത്. അടുത്ത സീൻ കാണിക്കുന്നത് ചെക്കനെയും പെണ്ണിനെയാണ് കേട്ടോ. എന്തൊക്കെയാണാവോ ഇവരൊക്കെ സംസാരിക്കുന്നത് എന്നായിരിക്കാം അവരുടെ തോന്നി. ഹീരയും ജിതിനും അവിടെ കുറച്ച് സ്റ്റിൽസ് ഒക്കെ എടുക്കായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പ്രസാദേട്ടന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഫുഡ് കഴിച്ച ലിപ്സ്റ്റിക് പോകും, അതിന്റെ മുന്നേ നമുക്കൊരു ഫോട്ടോ എടുക്കാം. സോ അവരുടെ കൂടെ ഞങ്ങളും എടുത്തൊരു ഫോട്ടോ. അതിന്റെ ഇടയ്ക്ക് ഹീരയുടെ ഫ്രണ്ട് സ്നേഹ പറയുന്നുണ്ട് ജിതിനെ ഒന്ന് സ്മൈൽ ചെയ്യാൻ. എനിക്ക് ഫോട്ടോയില് സ്മൈല് വരില്ല, ആറ്റിറ്റ്യൂഡേ വരുള്ളൂ എന്ന്. എന്തല്ലേ. പിന്നെ അവിടുത്തെ സീൻ കട്ടായിട്ട് കാണിക്കുന്നത് ഈ സീനാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് സെഷൻ. പ്രസാദായിട്ട് ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ പറയാതിരിക്കാൻ പറ്റില്ല, ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഡ്രിങ്ക്സ് കഴിക്കുന്നവര് രണ്ടെണ്ണം അടിച്ചിട്ടില്ലെങ്കിൽ കൈ വരയ്ക്കും എന്ന് പറയണ പോലെ എനിക്ക് ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ കൈ വരയ്ക്കാൻ തുടങ്ങി. പേടിച്ചിട്ട് ഷുഗർ ഉണ്ടോ നോക്കി, പക്ഷെ ഷുഗർ ഒന്നും ഇല്ല കേട്ടോ. നീലക്കുയില് പറയുന്ന പോലെ ഹീരയും ജിതിനും പറയുന്ന കേട്ടാൽ നിങ്ങൾ ചിരിച്ച് ചാകും. എന്താണോ പോലെ പറഞ്ഞിട്ടുണ്ടാവുക. പിന്നെ നമ്മൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഈ സൈഡിൽ നിന്ന് പ്രസാദേട്ടനെ കാണാൻ നല്ല ഗ്ലാമർ. ബട്ട് ഓൺലൈൻ മീഡിയ പറയുന്ന പോലെ ഇനിയുള്ളത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. നീ ഇങ്ങനെ കിടന്ന ഒന്നും നടക്കില്ല, കൊത്ത നമ്മുടെ കയ്യിൽ നിന്ന് പോവും. രാജു രാജു